ഹായ് നമസ്കാരം. ഞാനിന്നൊരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിരുവാതിര പുഴുക്ക് പോലെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പുഴുക്കൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഴുക്കാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളപ്പയർ തലേദിവസം രാത്രി കുതിർക്കാനിട്ടിരുന്നു. അപ്പോൾ ഇത് രാവിലെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ പുഴുക്ക എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ വെള്ളപ്പയർ തനിയല്ല, അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പയർ മുഴുവൻ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പയർ ആദ്യം വേവിച്ചെടുക്കണം, കാരണം പയറിന് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചൊരു 10 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു കാവത്താണ്. അപ്പോൾ കാവത്തും കൂടി ഇടുമ്പോൾ പുഴുക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു മത്തനും എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയൊരു കഷ്ണം. ഇപ്പോൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 8-9 വിസിലാകുമ്പോഴേക്കും പയർ നന്നായി വെന്ത് കിട്ടി. ഇതുപോലെ വേവിച്ചെടുക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് കാവത്തും മത്തങ്ങയും ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഈ വലിപ്പത്തിൽ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് നമ്മൾ പയറിൽ ചേർത്തുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, നമുക്കിത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ഇതുപോലത്തെ സിമ്പിൾ കറികളോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഇടുന്നത്. ഇതുപോലെ എളുപ്പത്തിൽ കറി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഒരുവിധം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞു കിട്ടണം. അപ്പോഴാണ് പുഴുക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്തിരി കൂടെ വെള്ളം വറ്റണമെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വേവ് കിട്ടിയിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ആ വെള്ളം വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ വല്ലാത്തൊരു മണമായിരിക്കും. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.